പഹൽഗാം ഭീകരാക്രമണത്തിൽ നിരപരാധികളായ 26 പേരെ പോയിന്റ് ബ്ലാങ്ക് നോക്കി വെടിവെച്ച് കൊലപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഭീകരർ ഈ ഹീനമായ പ്രവൃത്തി വലിയ രീതിയിൽ ആഘോഷമാക്കി എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇവർ ആകട്ടെ ആകാശത്തേക്ക് വെടിവെച്ചാണ് ഇതിൽ ആനന്ദം കണ്ടെത്തിയത്. ഈ പ്രവൃത്തിയിലൂടെ തന്നെ ഈ ഭീകരർക്ക് ഉള്ളിലെ ദുഷ്ടമായ അല്ലെങ്കിൽ അവരുടെ ദുഷ്ടതയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിൽ എത്രത്തോളം വൈരാഗ്യം സൂക്ഷിക്കുന്നവർ മാത്രമാണ് ഇവർ എന്നതും അത്രമാത്രം ഹീനമായ ക്രൂരത നിറഞ്ഞ രീതിയിലെ നിരപരാധികളായ വ്യക്തികളെ കൊന്നൊടുക്കിയതിന് ശേഷം ഇത്തരത്തിൽ ആകാശത്തേക്ക് വെടിവെച്ചുകൊണ്ട് ആഘോഷിക്കാൻ സാധിക്കുക ഇവർക്ക് മാത്രമാണ്, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഭീകരർക്ക് മാത്രമേ ഇത്തരത്തിൽ ചെയ്തികൾ ചെയ്യാൻ കഴിയൂ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പാകിസ്ഥാന്റെ ഉള്ളിലെ ഭീകരതയുടെ മുഖം എത്രത്തോളം ഉണ്ട് എന്നതുള്ള അതാണ് ഇവിടെ വെളിവാകുന്നത്. 26 സാധാരണക്കാരുടെ മരണത്തിന് കാരണമായ പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ തന്നെ തങ്ങളുടെ ഹീനമായ പ്രവൃത്തി ആഘോഷിക്കാൻ തീവ്രവാദികൾ ആകാശത്തേക്ക് വെടിയുതിർത്തതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. ബൈസറൺ താഴ്വരയിൽ ആക്രമണം നടത്തിയ 3 ഭീകര കൂട്ടക്കൊലയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെ ആഘോഷ വെടിവെപ്പ് കണ്ടെത്തിയതായി സുരക്ഷാ സംവിധാനത്തിലെ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഇത് അവരുടെ അക്രമാസക്തമായ പ്രവൃത്തിയുടെ ധിക്കാരപരമായ പ്രകടനത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും വിലയിരുത്തപ്പെടുന്നു. ദേശീയ അന്വേഷണ ഏജൻസിയുടെ വിലപ്പെട്ട രഹസ്യ സ്രോതസ്സായി ഉദ്യോഗസ്ഥർ വിശേഷിപ്പിച്ച ഒരു നിർണായക ദൃക്സാക്ഷിയിൽ നിന്നുകൊണ്ടാണ് ഈ അന്വേഷണത്തിന് വഴിത്തിരിവായ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആക്രമണത്തിന് നിമിഷങ്ങൾക്ക് ശേഷം തീവ്രവാദികൾ നേരിട്ട ഒരു പ്രാദേശിക സേവന ദാതാവായ ദൃക്സാക്ഷി സംഭവങ്ങളുടെ ക്രമം കൂട്ടിച്ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ സഹായിക്കുന്ന സുപ്രധാന വിവരങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഭീകരർക്ക് സഹായം നൽകിയതിന് NIA അറസ്റ്റ് ചെയ്യപ്പെട്ട 2 നാട്ടുകാർ ആക്രമണം നടക്കുമ്പോൾ തന്നെ താഴ്വരയിൽ ഉണ്ടായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല 3 ഭീകരരുടെ വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് ഈ വ്യക്തികളാണ് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ പരാമർശിക്കപ്പെട്ട തീവ്രവാദികൾ ലഷ്കർ-ഇ തായ്ബ കമാൻഡറായ സുലൈമാൻ ഉൾപ്പെടുന്നതായും പുറത്തുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്മോർ ടണൽ നിർമ്മാണ ഏജൻസികൾക്ക് നേരെയുണ്ടായ ആക്രമണം ഉൾപ്പെടെ തന്നെ ജമ്മു കാശ്മീരിലെ മറ്റു 3 ഭീകര ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് തിരയുന്ന ഭീകരനാണ് ഇയാൾ. ഏപ്രിൽ 22-ന് പ്രകൃതി രമണീയമായ ബൈസൺ താഴ്വരയിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകരർ വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർക്കുകയും അതിൽ 26 നിരപരാധികളായ വ്യക്തികൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും വിനോദസഞ്ചാരികളായിരുന്നു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ-ഇ തായ്ബയുടെ ഒരു ശാഖയായ റെസിസ്റ്റൻസ് ഫ്രണ്ട് ആയിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതും. ആക്രമണത്തെ തുടർന്ന് അയൽ രാജ്യവുമായുള്ള നിരവധി തന്ത്രപ്രധാനമായ കരാറുകൾ താൽക്കാലികം തന്നെ നിർത്തിവെച്ചുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാനുമേൽ നിരവധി ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിലൊന്നാണ് സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി പോലും നിർത്തിവെക്കുകയും ചെയ്തത്. മാത്രമല്ല പാകിസ്ഥാൻ നയതന്ത്രജ്ഞരെ പുറത്താക്കുകയും ചെയ്തു. അട്ടാരി വാഘ അതിർത്തി അടച്ചുപൂട്ടാൻ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇപ്പോഴും പാകിസ്ഥാന് നേരെ ഇന്ത്യ ആയുധമായി ഉപയോഗിക്കുന്നത് സിന്ധു നദീജലം തന്നെയാണ്. ഇതിൻ്റെ പേരിൽ ഒരുപാട് ചർച്ചകൾ നടന്നെങ്കിൽ പോലും ഈ ശ്രമം വിപുലമാവുകയാണ് ഉണ്ടായത്. അതേസമയം ഇന്ത്യയുടെ പ്രതിരോധശേഷി കൂടുതൽ ആധുനികവൽക്കരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കൊണ്ട് അത് ഊന്നി പറഞ്ഞുകൊണ്ടായിരുന്നു സംസ്ഥാന സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ ഇന്ന് രംഗത്ത് വന്നത്. ഇന്ന് യുദ്ധം ചെയ്യേണ്ടത് നാളത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലാതെ കാലഹരണപ്പെട്ട സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടല്ല എന്നത് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അതുപോലെ ഓപ്പറേഷൻ സിന്ദൂറിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആയുധങ്ങൾ അദ്ദേഹം പ്രശംസ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ നിർണായകമായ പങ്ക് വഹിച്ചതായി സംയുക്ത സൈനിക മേധാവി ചൂണ്ടിക്കാട്ടുകയും നമ്മുടെ ഭൂപ്രദേശത്തിനും അതുപോലെ തന്നെ ആവശ്യങ്ങൾക്കും വേണ്ടി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത കൗണ്ടർ US സംവിധാനങ്ങൾ എന്തുകൊണ്ട് നിർണായകമാണ് എന്നതും ഓപ്പറേഷൻ സിന്ദൂർ നമുക്ക് കാണിച്ചു തന്നതായും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. സ്വയം സംരക്ഷിക്കാൻ നാം കണ്ടുപിടിക്കുകയും നിർമ്മിക്കുകയും വേണമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സാശ്രയത്വം ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ അനിവാര്യതയാണ് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം ഇവിടെ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണ സമയത്തുണ്ടായ അത്തരത്തിലുള്ള ഒരു വളരെ വേദനാജനകമായ ആ ഒരു സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. അതിൻ്റെ ഒപ്പം തന്നെ വന്ന ഇന്ത്യ പാക് സംഘർഷവും ഓപ്പറേഷൻ സിന്ദൂറും എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹം ആയുധങ്ങളുടെ ആ ഒരു ശക്തിയെപ്പറ്റി ഇപ്പോൾ എടുത്തു പറയുന്ന കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.